അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് സാങ്കേതിക തകരാറില്ലെന്ന് എയർ ഇന്ത്യ. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും കൃത്യമായി സർവീസ് ചെയ്തിരുന്നു. എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരനാണ് അവകാശവാദം ഉന്നയിച്ച രംഗത്തെത്തിയത്. അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകാൻ 1 മാസമെങ്കിലും എടുക്കുമെന്ന് എയർ ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എയർ ഇന്ത്യ വിമാന അപകടത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം ഇതിന് സാങ്കേതിക തകരാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹ്യൂമൻ എറർ ആണോ സംഭവിച്ചത് തുടങ്ങി ഒട്ടനവധി സ്പെക്കുലേഷൻസ് നിലനിന്നിരുന്നു. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള സാങ്കേതിക തകരാറും വിമാനത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2023 അതിന്റെ ഇടത് ഭാഗത്തെ എഞ്ചിൻ സർവീസ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള വലത് ഭാഗത്തുള്ള എഞ്ചിനും സർവീസ് ചെയ്തതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അപകടം ഉണ്ടായത് എങ്ങനെ എന്ന് കണ്ടെത്തി അതിന്റെ പ്രാഥമിക വിവരം കിട്ടുന്നതിന് 1 മാസമെങ്കിലും സമയമെടുക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി.